ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ജീവനക്കാർക്ക് മുടങ്ങിയ ശമ്പളം ഉൾപ്പെടെ പരിഹാര നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് നിവേദനം. ഗീതാഗോപി എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളാണ് നിവേദനം സമർപ്പിച്ചത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് 2026 പ്ലാൻ ഫണ്ട് കൂടാതെ മറ്റ് വിവിധയിനം ഫണ്ടുകൾ ലഭിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ചേർപ്പ് കുടുംബാരോഗ്യ കേന്ദ്രം, സാന്ത്വനം ബഡ്സ് സ്കൂൾ, പകൽ വീട് എന്നിവ ഉൾപ്പെടെ അനുബന്ധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളവും ഓണറേറിയവും ഇതുമൂലം തടസ്സപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ സൌജന്യ ചികിത്സയ്ക്കുള്ള മരുന്നും ചികിത്സാ ഉപകരണങ്ങളും വാങ്ങാൻ കഴിയാത്ത പ്രതിസന്ധിയും നിലനിൽക്കുകയാണ്. പ്രതിദിനം 500നും 600നും ഇടയിലുള്ള രോഗികളാണ് ചേർപ്പ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വരുന്നത്. ഒപിയിൽ വരുന്ന രോഗികളെ പരിശോധിക്കാൻ ഡോക്ടർമാരില്ലാത്ത അവസ്ഥയുമാണ് ഇവിടെയുള്ളത്. ഇത്തരം സാഹചര്യത്തിലാണ് അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടാൻ ചേർപ്പ് ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കുടുംബാരോഗ്യ കേന്ദ്രം HMCയും ചേർന്ന് സർക്കാരിന് നിവേദനം നൽകാൻ തീരുമാനിച്ചത്. ഗീതാഗോപി എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഗുരുവായൂർ ഗസ്റ്റ് ഹൌസിലെത്തി ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരനെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം സമർപ്പിക്കുകയായിരുന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KB പ്രജിത്ത്, സിനി പ്രദീപ് എന്നിവരാണ് എംഎൽഎയ്ക്കൊപ്പം മന്ത്രിക്ക് നിവേദനം കൈമാറിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്.